ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് എയർ ഫ്രയറിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നതിനാവശ്യത്തിനുള്ള 2 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നതിനാവശ്യത്തിനുള്ള വലുപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഇതേ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി അതിലെ സ്റ്റാർച്ച് ഒന്ന് പോകുന്നതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ നേരമായിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു കോട്ടൺ ടവലിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് അത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയായെന്ന് തോന്നുന്നില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വീട്ടിലെ കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ വയ്യായികയൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആയത്. അങ്ങനെ ഉരുളക്കിഴങ്ങിലെ വെള്ളമൊക്കെ നമ്മളൊരു കോട്ടൺ ടവൽ ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ ഫ്രൈ ചെയ്യുന്നതിനായിട്ട് വേറെ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഈ ചേർത്ത് കൊടുക്കുന്ന ഓയിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ചെറുതായിട്ട് ത്രോട്ട് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്ക് സൗണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു എരിവിന് ഉപ്പിൻ്റെയൊക്കെ ഒരു കണക്കനുസരിച്ച് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യമേ ഞാനിങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്തു. ഇനി എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുന്നതിനായിട്ട് വയ്ക്കാം. ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ്സ് ആണ് പ്രീ ഹീറ്റ് ചെയ്യുന്നതിനായിട്ട് വയ്ക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് മാറ്റി കൊടുക്കാം. ഞാനൊരു പുതിയ എയർ ഫ്രയർ വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് ഒന്നും കാണിക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു. ഞാൻ ഫേബറിൻ്റെയാണ് വാങ്ങിച്ചേക്കുന്നത്. 6.5 ലിറ്ററാണ് അതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു 4 തൊട്ട് 5 പേർക്കൊക്കെ നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ എയർ ഫ്രയറിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. സോ അതുകൊണ്ട് നമുക്കൊരു മെനു സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുക്കിംഗ് കഴിയുമ്പോൾ അത് തനിയെ ഓഫ് ആയിക്കോളും. ഞാനിവിടെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നതിനായിട്ട് 200 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്യുന്നത്. ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോഴും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ പൊട്ടറ്റോസും ഒരുപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. കുക്കിങ്ങിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു. എയർ ഫ്രയർ ഷട്ട് ഓഫ് ആയി. നമുക്കിവിടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിലൊന്നും ഉപയോഗിച്ച് കുക്ക് ചെയ്യാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് എയർ ഫ്രയർ വെച്ച് കുക്ക് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഇത്രയും പൊട്ടറ്റോസ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വെറും 1 ടീസ്പൂൺ ഓയിൽ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എയർ ഫ്രയർ യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കാം. See you again. Thank you.